ഇപ്പോൾ സമയം ഒരു 3:30, വൈകിട്ട് 3:30 ആയി കാണും. ഇത്രയും നേരമായിട്ട് അമ്പലത്തിൽ പോക്ക് നടന്നിട്ടില്ല. ഞങ്ങൾ ഇടുമ്പൻ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിന് താഴെ അടിവാരം വരെ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര വെയിലാണ്. നേരത്തെ വെയിൽ തന്നെയായിരിക്കും, പക്ഷേ ഒരു തണൽ അങ്ങനെ ഇല്ല, ഭയങ്കര വെയിൽ. പിന്നെ കൂടെ പ്രായമുള്ളവരുള്ളതുകൊണ്ട് അവർക്ക് നടക്കാൻ പറ്റില്ല. എനിക്ക് പ്രായമില്ലെങ്കിലും എനിക്ക് നടക്കാൻ വയ്യ, ആർക്കും നടക്കാൻ വയ്യ ആ വെയിലത്ത്. സോ ആ പ്ലാൻ അപ്പോൾ ഡ്രോപ്പ് ചെയ്തു. പിന്നെ ആരും മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ലായിരുന്നു. അതൊക്കെ കൊണ്ട് ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് തൽക്കാലം ഈവനിങ് പോവാമെന്ന് വിചാരിച്ചു. ശരിക്കും ഇടുമ്പൻ്റെ അമ്പലത്തിൽ പോയിട്ട് വേണം പളനി മുരുകൻ്റെ അമ്പലത്തിലേക്ക് പോകാനാണ് ഐതിഹ്യം. അങ്ങനെ പോകാൻ പാടുള്ളൂ എന്നാണ്. ഞാനിപ്പോൾ 3 വർഷമായിട്ട് പലതവണ മുരുകൻ്റെ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ആ മുരുകൻ്റെ അമ്പലത്തിൻ്റെ മലയുടെ അവിടെ നോക്കി കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ വൈകിട്ട് മുരുകൻ്റെ അമ്പലത്തിൽ പോയിട്ട് നാളെ രാവിലെ ഇടുമ്പൻ്റെ അമ്പലത്തിൽ പോകുന്നുള്ളൂ. കാരണം ഈവനിങ് സ്വർണ്ണത്തേര് ഉണ്ടാവുമല്ലോ, അപ്പം അവിടെ വന്നിട്ട് അത് കണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഉറങ്ങുമായിരുന്നു അതെന്ന് പറയാം, എണീറ്റുള്ളൂ. ബാക്കി എല്ലാവരും ഉറങ്ങുന്നത്. ഞാൻ അലാം വെച്ച പോലെ എണീറ്റ് പോകും. ഞാൻ അലാം അടിക്കുന്നതിന് മുന്നേ തന്നെ എങ്കിലും ഉറക്കം നോക്കിയേ, അല്ലെങ്കിൽ ആ ഒരു ക്ഷീണം ഉണ്ടാവുമായിരുന്നു. ചിലപ്പോൾ തിരിച്ചിറങ്ങാൻ പറ്റില്ലായിരുന്നെങ്കിലോ, അത്രയും ടയേർഡായി പോയെന്ന്. ഇനിയിപ്പോൾ പോണം. ഇപ്പോഴാണ് എനിക്കും അറിയുന്നത്. ഇടുമ്പൻ എന്നുള്ളൊരു അസുരനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് മുരുകൻ ജനിച്ചത്. ഓക്കെ, അപ്പം അങ്ങനൊരു കണക്ഷൻ അത് തമ്മിലുണ്ട്. നമ്മുടെ ഉറക്കം ശരിയായില്ലെങ്കിൽ ഒന്നും ശരിയാകത്തില്ല. അയ്യോ, എനിക്കിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ പോലും തലയിങ്ങനെ ആടുക, പറ്റുന്നില്ലിരിക്കാൻ. മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ലെന്ന് വെച്ചാൽ 1-2 മണിക്കൂറിട്ട് ഉറങ്ങിയിട്ടുള്ളൂ. അത് പോരല്ലോ. ഭയങ്കര ക്ഷീണം ഭയങ്കര ക്ഷീണം. ട്രെയിനിലൊന്നും എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. പിന്നെ വിശപ്പ് ഉണ്ടായതുകൊണ്ട് അതും എല്ലാം കൂടെ മൊത്തത്തിലൊരു അവസ്ഥയായിരുന്നു. ഒക്കെ സെറ്റായി, ഇതെല്ലാം ഓക്കെ. ഡബിൾ ചിന്നാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഇപ്പോൾ വെയിറ്റ് കുറഞ്ഞു. ഞാൻ ഇത്ര ഉണ്ടായിരുന്നു, 76 ഉണ്ടായിരുന്നു, 73 ആയി. 1 വീക്ക് കൊണ്ട് പറഞ്ഞതാണ് 3 കിലോ. ഇനിയും കുറയ്ക്കണം. കവളൊന്നും കുറയില്ല, ഇങ്ങനെ ഗുണ്ട് പോലെ ഇരിക്കണം. കുറയ്ക്കാണ്ട് അവിടെ പോകാൻ. എനിക്കിങ്ങനെ വ്ളോഗ് ചെയ്തൊന്നും ശീലമില്ലല്ലോ. പിന്നെ ഞാൻ എപ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴാണെങ്കിലും ഞാൻ സ്ക്രീനിലേക്ക് നോക്കത്തുള്ളൂ, ക്യാമറയ്ക്കല്ല നോക്കുക. സ്ക്രീനിൽ ഞാൻ നോക്കും. അപ്പോൾ എനിക്ക് അതിൻ്റേതായ പാളിച്ചകൾ എല്ലാം ഉണ്ട് എൻ്റെ വീഡിയോയ്ക്ക്. പിന്നെ എനിക്ക് എങ്ങനെ സംസാരിക്കേണ്ടത്, എന്തൊക്കെയാണ് പറയേണ്ടത്, ആദ്യം എന്ത് പറയണം, എങ്ങനെ പറയണം. പല വ്ളോഗേഴ്സും സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊന്നും റെഡിയാക്കുന്നില്ല. എനിക്കപ്പോൾ തോന്നുന്നത് എന്താണോ അത് അങ്ങനെ പറയുന്നത്, അത്രയേ ഉള്ളൂ. പോകുമ്പോൾ ശരിയാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ശരിയാവേണ്ടതാണ്. രാവിലത്തെ കത്തിവേഷമൊക്കെ മാറി അപ്പോൾ കുറച്ചുകൂടെ മെനയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പഴനി അമ്പലത്തിൽ പോവാണ്. മുരുകൻ്റെ അമ്പലത്തിലേക്ക് പോവുകയാണ്. അങ്ങോട്ട് ഇപ്പോൾ ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ട് ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് പോകുന്നത്, അല്ലെങ്കിൽ റൂമിൽ വെച്ചിട്ട് പോവാം. സോ പോയിട്ട് വരാം.